ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാന്റെ ഭൗതികദേഹം വിലാപയാത്രയായി നിരണം സെന്റ് തോമസ് പള്ളിയിൽ എത്തിച്ചു. പള്ളിയിൽ രണ്ടാം ഘട്ട സംസ്കാര ശുശ്രൂഷകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിരണം സെന്റ് തോമസ് പള്ളിയിൽ നിന്നും മിഥുൻ മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. അനു, ഇന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര വൈകുന്നേരത്തോടു കൂടി KP യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ നിരണത്ത് എത്തി. നിരണത്ത് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി, ജന്മനാടിൻ്റെ യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടി പതിനായിരക്കണക്കിന് നാട്ടുകാരും ഒപ്പം തന്നെ വിശ്വാസികളും സഭാവിശ്വാസികളും സഭാ നേതൃത്വം ബിഷപ്പുമാരും അടങ്ങുന്ന വലിയൊരു സമൂഹമാണ് കാത്തു നിന്നിരുന്നത്. സെന്റ് തോമസ് പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പള്ളിക്കുള്ളിൽ ഈ സംസ്കാര ശുശ്രൂഷകളുടെ രണ്ടാം ഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ ഡാലസിൽ, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ മറ്റൊരു സഭാ ആസ്ഥാനമായ അമേരിക്കയിലെ ഡാലസിലായിരുന്നു ഒന്നാം ഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയായത്. രണ്ടാം ഘട്ട ചടങ്ങുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ നിരണത്തെ സെന്റ് തോമസ് പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി തിരുവല്ലയിൽ പൗരസമൂഹത്തിന്റെ ഒരു അന്ത്യാഞ്ജലി അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അതിനുശേഷം രാത്രിയോട് കൂടിയായിരിക്കും തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്തേക്ക് ഭൗതികദേഹം എത്തിക്കുക. നാളെ രാവിലെ 9 മണി മുതലാണ് സഭാവിശ്വാസികൾക്കും മറ്റ് ആളുകൾക്കുമൊക്കെ നാട്ടുകാർക്കുമൊക്കെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകുക. നാളെ രാവിലെ 9 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 9 മണി വരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടുകൂടി ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഖബറടക്കും. വലിയൊരു വിശ്വാസി സമൂഹമാണ്. ബിഷപ്പുമാരടങ്ങുന്ന 50 ബിഷപ്പുമാരാണ് ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് ഉള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മുഴുവൻ ബിഷപ്പുമാരും സഭാ സമൂഹവും എല്ലാം ഈ സഭാ ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി പോവുകയായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൂർണ്ണ ഒരു പ്രാർത്ഥനാ ചടങ്ങുകളോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കുന്നതിന്റെ രണ്ടാം ഘട്ട ശുശ്രൂഷ ചടങ്ങുകളാണ് അദ്ദേഹത്തിന്റെ ഈ ജന്മനാട്ടിലെ പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഈ സഭാ നേതൃത്വവും സഭാവിശ്വാസികളും അടങ്ങുന്ന വലിയൊരു സമൂഹം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിട്ടുമുണ്ട്. രാത്രിയോടുകൂടി മാത്രമായിരിക്കും സഭാ ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കുക. അനു, ശരി, മിഥുൻ മുരളിയാണ് തത്സമയ വിവരങ്ങൾ.